ഹലോ 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 ആടാ പറഞ്ഞോ റഹ്മാനെ പറഞ്ഞോ. അതിൽ പറയാനാണ് വന്നത്. ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കേക്കാം 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 എന്റെ കേട്ടൂടെ? ഹലോ പോയാ കേക്കാം 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 ആ പറഞ്ഞോ പറഞ്ഞോ. സത്യം പറഞ്ഞ സംഭവം വെച്ചാൽ ഇന്ന് വാറെടുക്കാന്ന് പറഞ്ഞല്ലോ. ആ ഞാനൊരു കാര്യം പറ പറഞ്ഞോ 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 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പറഞ്ഞോ 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 പറഞ്ഞോ. നമ്മുടെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ക്രിസ്പ്രോനും ടെക്കുവിനും നിങ്ങൾ ഹോസ്റ്റേജ് എടുത്ത് ആ സമയത്താണ് ഇത് ലൂപ്പായത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വാറടിക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വാറ വിളിച്ച് ഇത് അടിച്ച് തീർക്കാൻ വേണ്ടി വന്നതാണ് ഈ സിറ്റുവേഷൻ. അവിടെ നിന്നാണ് ഈ സിറ്റുവേഷൻ ലൂപ്പായി വെച്ചേക്കുന്നത്. ഓക്കെ 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 ഞാൻ ഇനി കഴിഞ്ഞ നിങ്ങളെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാ ഓക്കെ. ഇന്നലെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സിറ്റിയിൽ ആളില്ല, നിങ്ങൾ ആളില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങി. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഇവിടെ 15 പേരുള്ള 16 വരെയോ 15 വരെയോ ഉള്ള സമയത്താണ് നിങ്ങൾ ആളില്ല എന്ന് പറഞ്ഞ് ന്യായം പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഇറങ്ങുന്നത് പോലും. അപ്പം അതിൻ്റെ ആവശ്യം എന്തിനാന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ബാക്കിങ്ങനെ ഏക്കയല്ലേ, ഏക്ക ഇന്നലെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ സിറ്റുവേഷൻ വേറെ ആയിട്ട് എടുക്കണോ, വേറെ ആയിട്ട് എടുത്തോ എന്നൊരു ഡയലോഗും പറഞ്ഞായിരുന്നു. ഏക്കയ്ക്ക് ഓർമ്മയുണ്ട്, ഏക്കയ്ക്ക് ഓർമ്മ ഉണ്ടെന്നോ? വേറെ സിറ്റുവേഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ സിറ്റുവേഷൻ ആയിട്ട് എടുത്തോന്ന് പറഞ്ഞില്ലേ, വേറെ ആരുമായിട്ടൊന്നും അല്ല 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 നിനക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ എടുത്ത് നീ പറഞ്ഞത് നോക്കിയാൽ മതി, നീ എന്നെ നോക്കിയാൽ മതി പറഞ്ഞത് നീ എന്നെ നോക്കിയാൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ. ഓക്കെ ഇല്ല ഇപ്പത്തെ സീൻ ഇതല്ല, ഇപ്പോഴത്തെ സീനില്ല. എന്തായാലും ഇന്നലെ വാറടിക്കാൻ തന്നെയല്ലേ ഇരുന്നത്. ഇന്നിപ്പോ നിങ്ങൾക്ക് വന്നപ്പോഴും നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ, അങ്ങോട്ട് വരാൻ നമുക്ക് വയ്യ എന്നുള്ളൊരു സീനിലല്ലേ. അപ്പൊ വാറായിട്ട് തന്നെ തീർക്കും, ഇത് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അതാണ് നമ്മളെ മൈൻഡ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇന്നെന്താ ഇന്നലെ ആളില്ല ഇന്നും ആളില്ല എന്നും ആളില്ല എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? നമ്മക്കും മടുത്ത് നിനക്ക് എന്നാന്ന് വാറ വിളിക്കാമെന്ന് പറഞ്ഞൂടെ? പറ. ഓക്കെ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, കാരണം നിങ്ങൾ ഇന്നലെ ഇവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് ഇന്നലെ വാറാക്കാം ഇന്ന് വാറാക്കാന്നുള്ള രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് പോയത്. അപ്പൊ ഇനി വെച്ച് കണ്ടിന്യൂ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാര്യമായിട്ട് പറയാം, നിങ്ങൾക്ക് ഇന്ന് വാറടിക്കണമെങ്കിൽ വാറടിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഡ്രോപ്പ് ചെയ്യും. ഞങ്ങൾക്ക് വാറടിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇപ്പൊ ടൈം ഉണ്ടല്ലോ, ഇവർ ഇന്നലെ പറഞ്ഞാൽ ലേറ്റ് ആയെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ ടൈം ആയിട്ടില്ലല്ലോ, ഇവർക്ക് ഇനി ടൈം ഉണ്ടല്ലോ. കാരണം ഇന്നലെ അല്ലല്ല ഇപ്പം ഇപ്പൊ ആളുണ്ടായിരുന്നല്ലോ ബ്രോ, ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാണ് ആളില്ലാതാവുന്നത്? സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇന്നലെ നിങ്ങൾ പറഞ്ഞു എത്രയാ, ഇന്നലെ നിങ്ങൾ വാറടിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് മീറ്റിംഗ് പറഞ്ഞിട്ട് പോയത് രണ്ട് സൈഡും. പക്ഷേ ഇന്ന് വാറടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്രീ വാർ തുടങ്ങിയിട്ട് നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ആയത്. ബ്രോ ഞാൻ സംഭവം സിമ്പിൾ ആയിട്ട് പറയാം. ഇന്നലത്തെ കേസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നെയാണ് അറിഞ്ഞത്, മനസ്സിലായത്. നമ്മളെ കൂട്ടത്തിൽ ഒരാളെ കൊല്ലേണ്ട ആവശ്യമില്ല, അതിന് ഇവർ ഫസ്റ്റ് തന്നെ കൊന്ന, എന്നിട്ട് ഇവർ പറഞ്ഞ ന്യായങ്ങളൊന്നും കറക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ആ സിറ്റുവേഷൻ തിരിച്ച് അതേപോലെ ഇവർക്ക് കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇവരായിട്ട് സിറ്റുവേഷൻ ആയിട്ട് എടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് വാറായിട്ട് വിളിക്കണമെങ്കിൽ വാറായിട്ട് വിളിക്കാറുണ്ട്. ഇവർക്ക് സംസാരിക്കാനില്ല, ഒന്നുമില്ല. ഇവർ നേരെ വന്ന് ഹെലി വന്ന് പിറ്റ് ചെയ്ത് കൊന്നിട്ട് സിറ്റുവേഷൻ സ്റ്റാർട്ട് ആകുന്നു. ഇവര് ഫയറിംഗ് ഇല്ല, ഒന്നുമില്ല. ഒരാൾ ഡൗൺ ആയി എന്ന് പറയുന്നത്. ഇവര് ഗ്യാങ് ഹൗസിൽ നിന്ന് പോലും ആൾ ഇറങ്ങുന്നില്ല. അതിന് മുമ്പേ നമ്മളെ കൂട്ടത്തിലുള്ള ഹെലിയെ പിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ആവുന്നത്? ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, വെടി വെച്ചിട്ടില്ല, ഒന്നുമില്ല. നിങ്ങളുടെ സൈഡ് മനസ്സിലായി, SROയുടെ സൈഡ് മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. കാരണം ഇന്നലെ നിങ്ങൾ വാറടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. നിങ്ങൾ മീറ്റിംഗ് വിളിച്ച് രണ്ട് ഗ്യാങ്ങും വാറടിക്കാം എന്നൊരു ഏതെങ്കിലും നിങ്ങൾ എത്ര പേരുണ്ട്? അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് ഇപ്പൊ? സോ നിങ്ങൾക്ക് വാറടിക്കണമെന്നുണ്ടെങ്കിൽ 4 പേരെ ഉള്ള ഈ സിറ്റുവേഷൻ ഇങ്ങനെ ലൂപ്പാക്കി കൊണ്ടുപോകാൻ. ബാക്കി എല്ലാവർക്കും സീനാണ്, കത്തിപ്പോയതും കറണ്ടും ഇല്ല. ബാക്കി ഇത്രയും പേർക്ക് കറണ്ട് പോയാ? ബ്രോ ഇത്രയും നേരം ഓക്കെ മഴയാണെന്ന് മനസ്സിലായി. ഇത്രയും നേരം ഇവിടെ എല്ലാരും ഉണ്ടായിട്ട് ഒറ്റ അടിക്ക് 10 പേർക്ക് പോയത് എങ്ങനെയാണ്? എന്നാ പിന്നെ ബ്രോ നിങ്ങൾ വാറ് വിളിച്ചതല്ലേ, പോട്ടെ അത് പോട്ടെ. വാറ് വിളിക്കാം. നില്ല് വാറ് വിളിച്ചല്ലോ, വാറല്ലേ വിളിച്ചത്. വാറല്ലേടാ വിളിച്ച. നീ പൊട്ടനാണ്. വാറല്ലേ വിളിച്ച. നീ പൊട്ടനാണ്. നിന്റെ അടുത്ത് നോക്കി ചോദിച്ചപ്പോ വാറ വിളിച്ചപ്പോ നിന്നെ കാണുമില്ല, തേങ്ങയില്ല. എന്നിട്ട് നീ പൊട്ടനാണ്, നീ മണ്ടനാണ്. മണ്ടനെ പോലെ സംസാരിക്കാനാണ്. കുറച്ച് ബുദ്ധിമാനം പോലെ സംസാരിക്കാ. മണ്ടനെ പോലെ സംസാരിക്കാരി. ഒരു എലിയും വെച്ച് കിടച്ചു വെച്ചോണ്ടിരുന്ന മണ്ടനെ പോലെ സംസാരിക്കാരി. കാര്യം പറയുന്ന മനസ്സിലാക്കാം. ആദ്യം കാര്യം പറയുമ്പോ വീണ്ടും അത് തന്നെ പറയുന്നത്. വാറല്ലേ ഇന്നലെ ഒന്ന് വിളിച്ചത്. ഇവന് മനസ്സിലാവുന്നില്ലേ? വാറല്ലേ വിളിച്ചെന്നല്ല.
വാറല്ലേ വിളിച്ചത്. ഇവ ഈ കണ്ടി എടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് കിട്ടാൻ വല്ല കൊണുള്ള കാര്യത്തിലും കൺവേർട്ട് ചെയ്താൽ കൊണു. പിന്നെ എന്തെങ്കിലും പറയാൻ കാര്യം പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനുള്ളത്. എന്റെ പൊന്ന് ബ്രോ, ഞാൻ ഇപ്പൊ പറയുന്ന ഓക്കെ ബ്രോ നിങ്ങളെടുത്തോട്ട് കാര്യം പറയാണ്. ഇത് കേട്ടോക്ക്. നമ്മൾ ഇന്നലെ വന്ന് വാറ വിളിച്ചില്ലേന്ന് ചോദിച്ചു. വാറല്ലേ ബ്രോ ഇന്നലെ വിളിച്ചത്? അതുവരെ ഒന്ന് മര്യാദക്കല്ലേ സംസാരിച്ചത്. വാറ വിളിച്ചിട്ട് അവർക്ക് ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ബ്രോ നിങ്ങൾ ഇന്നലെ വിളിക്കാൻ നേരത്തെ നിങ്ങൾ കാണിച്ച കറക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷൻ വേറെ രീതിയിൽ തന്നെ എടുത്തു, അത്രേ ഉള്ളൂ. നിങ്ങൾ മീറ്റിംഗിന് വാല്യൂ ഉണ്ടായിരുന്നു. നീ പറഞ്ഞ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ കൂടെ ഉള്ള പറഞ്ഞാൽ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. നമ്മള് സംസാരിക്കല്ലോ, നമുക്ക് ഇത്രേ ഉള്ളൂ. വാറിട്ട് തീർക്കാന്നേ പറഞ്ഞോളൂ. ഇതിൽ എന്താണ് മോശമായിട്ടുള്ളത്? നമുക്ക് ആളില്ലാത്തതുകൊണ്ട് താല്പര്യമില്ല. നാളെ വേണം കണ്ടിന്യൂ ചെയ്യാം. അത് ഇന്ന് ഇത് എടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഡ്രോപ്പ് ചെയ്യാം. എടാ നിങ്ങൾക്ക് ഇന്നലെ ഇതല്ലായിരുന്നു റീസൺ, അങ്ങക്ക് ഇന്ന് എടുക്കണമെന്നാ പറഞ്ഞു വാർ. ഇന്ന് അല്ല ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ റെഡ് മോനെ, ഇന്നലെ 15 പേര് ഉണ്ടായിട്ട് നിങ്ങൾ എന്താണ് വാർ എടുക്കാത്ത? അതിന്റെ റീസൺ ഒന്ന് പറ. ഇന്നലെ തീരാനുള്ള സിറ്റുവേഷൻ അല്ലേ ഇത്? ഇന്നലെ 15 പേര് റേഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾ വന്ന് പറഞ്ഞു നമ്മളവിടെ ആളില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ പോയത്. നിങ്ങൾ പറഞ്ഞ കേട്ട ഫുള്ള് വിശ്വസിച്ചാണ് നമ്മൾ ഇവിടുന്ന് പോയത്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഫുള്ള് തുണയായിരുന്നു. അല്ലല്ല ബ്രോ, ഇതൊക്കെ എങ്ങനെ അറിയുന്നത്? എന്തറിയാ ഈ പിന്നെ ഈ സാമാനത്തിൽ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് കാണിക്കുന്നത് കണ്ടിട്ടൂടെ? എടാ റേഡിയോ ലിസ്റ്റ് എന്തിനാ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്? തന്നെ കണ്ടൂടെ? ഇവ ഹലോ ഹലോ എടാ നിക്കും. എടാ നീ ഒന്ന് നിർത്തിയാണ്ടാ. എടാ രായ ഒന്ന് നിർത്ത്. ഹലോ ബ്രോ, നിങ്ങൾ അഡ്മിനായിട്ടുള്ളവരടുത്ത് ചോദിക്കുകയാണ്. ബ്രോ ഇവിടെ എത്ര പേരുണ്ടെന്ന് ഓരോ ഗ്യാങ്ങിലുള്ളവരെ കാണാനായിട്ട് റൈറ്റ് സൈഡിൽ നോക്കിയാൽ പറ്റൂലേ? ആ ഇത് ബോധം ഇതാണ് നിന്നെ നേരത്തെ പറഞ്ഞത്. നീ പൊട്ടറെ പോലെ സംസാരിക്കല്ലേ എന്ന്. എന്റെ പൊന്ന് ബ്രോ, ബ്രോ അത് ബ്രോ ഊഹിക്കാനുള്ള ബുദ്ധി ഇല്ലേ? ഞങ്ങളുടെ ഈ ലിസ്റ്റിന്റെ സൈഡിൽ 15 പേരുണ്ട്. അപ്പൊ നമ്മുടെ റേഡിയോയിലും 15 പേരാണ്. മനസ്സിലായോ? എന്താണ് അതിന്റെ അകത്ത് ഇപ്പൊ ഇതിനകത്ത് എന്താണ് ഇപ്പൊ ഇവർക്ക് പ്രശ്നം? ആ പറഞ്ഞു. ഒരു മിനിറ്റ്. ഇന്നലെ നമ്മള് പ്രീ വാർ കഴിഞ്ഞപ്പോഴത്തേക്കും 1:30 പിന്നെ 2 മണിയാകും എന്തായാലും വാർ അടിക്കുമ്പോഴത്തേ. അതുകൊണ്ട് എന്തായാലും അടിക്കാൻ പറ്റത്തില്ല. സിറ്റി എന്തായാലും സീസൺ ആവും. അത് നിങ്ങൾ അതാണോ പറഞ്ഞത്? അതാണോ റീസൺ പറഞ്ഞത്? നിങ്ങൾ അതല്ലല്ലോ റീസൺ പറഞ്ഞ. 15 പേര് ഇല്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അതല്ലല്ലോ റീസൺ പറഞ്ഞത്. നിങ്ങൾ ആ റീസൺ അല്ലല്ലോ പറഞ്ഞ. ഒരാൾ പോലും ആ റീസൺ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞില്ല? നമ്മള് മീറ്റിംഗ് കഴിഞ്ഞ് പോയി അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് 15 പേരുള്ള കാര്യം. നമ്മൾ അതുവരെ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ഗ്യാങ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് മെമ്പേഴ്സ് പറയുന്നത് 15 പേരുണ്ട്, അവരുണ്ട് നോക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് കണ്ടത്. ഇന്നലെ പറഞ്ഞത് വാറിടാന്ന് മാത്രമല്ല, നിങ്ങളെ കൂട്ടത്തിലുള്ളവൻ പറഞ്ഞായിരുന്നു സിറ്റുവേഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ എടുത്തോന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, അതുകൊണ്ട് മാത്രമല്ല. ഇല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ നീ പറയുന്ന കേക്ക് ബാക്കിയോട് കേക്ക്. നിങ്ങൾ പറഞ്ഞ ന്യായം എന്തരായിരുന്നു? നിങ്ങൾക്ക് ആളില്ലെന്നുള്ള ന്യായമില്ല, അതായിരുന്നു സത്യം. ആളുണ്ടായിരുന്നില്ല 15 പേര്. എന്നിട്ട് 15 പേരുള്ളെന്ന് പറഞ്ഞിട്ട് ആളില്ലെന്ന് പറഞ്ഞാൽ അല്ല അഡ്മിൻ 15 പേരുണ്ടെങ്കിൽ സിറ്റുവേഷൻ വാറിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നല്ലേ ഇവിടുത്തെ റൂള്? നിങ്ങൾ പറഞ്ഞ 15 പേരില്ല എന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് ആളില്ല, നിങ്ങൾക്ക് 10 പേര് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത്. ഒട്ടും ആളില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒട്ടും ആളില്ലെന്നാണ് പറഞ്ഞത്. ആളില്ലെന്ന് പറഞ്ഞാൽ 15 പേരുണ്ടേ ബ്രോ ആളാണ്. 15 പേരുണ്ടേ ആളാണ് ബ്രോ. അതാണ് ആള് ബ്രോ. അങ്ങനെ എന്ത് പറയട്ടെ? അതെന്ത് റീസൺ ആണ്? വാറ് വിളിക്കുക റിജക്ട് ചെയ്യാത്ത റീസൺ അല്ല അത് അഡ്മിൻ പറയും. അതിപ്പോ അഡ്മിൻ പറയും ആ റീസൺ. എടാ പറ അഡ്മിൻ പറ. എടാ പോടാ, പേടിയാണേ ഇപ്പൊ കുഴപ്പമില്ല. വാറ വിളിച്ച അക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ പേടി. എടാ ഇപ്പോഴും വന്ന് നിൽക്കുന്നത് നമ്മള് തന്നെ 2 ദിവസം വാറ വിളിച്ച പേടിയാണേ പോ 4 പേരല്ലേ ഉള്ളൂ. കറണ്ടില്ല. ഇൻവേർട്ടർ കത്തിപ്പോ നിന്റെ കറണ്ട് പോ. എടാ കറണ്ട് പോടാ. ചുമ്മാരി പറഞ്ഞോണ്ടിരിക്കുമ്പോ കറണ്ട് ചുമ്മാരി.
എടാ അവരെ കറണ്ടോ ചുമ്മാരി കറണ്ടോ ചുമ്മാരി കറണ്ടോ ചുമ്മാരി കറണ്ടോ അത് തന്നെ സിറ്റുവേഷനിൽ ആളില്ല. അഡ്മിൻ പറഞ്ഞോ അല്ലല്ല നാളെയാണ് വാറ, നാളെ അടിച്ച് തീർക്കാം. ഇന്നാണ് ഇല്ല, പറ്റത്തില്ല. അതാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ചുമ്മാ ഈ ഞാൻ പറയട്ടെ ഈ മീറ്റിംഗ് ഞങ്ങളെ വിളിപ്പിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിടന്നിട്ട് ഇല്ല അഡ്മിൻ സംസാരിച്ചിട്ട് പറയാം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അഡ്മിൻ സംസാരിച്ചിട്ടോ വാ ന്യായമാണോ? അവന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് അഡ്മിൻ പറഞ്ഞു ആ 15 പേരുണ്ടെങ്കിൽ വാർ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് റൂൾ ഇല്ല കേട്ടോ. റൂൾ അല്ല ലൈക് 15 പേരുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നാണല്ലോ ബേസിക് ആയിട്ടുള്ള തിങ്. അങ്ങനെ ഇല്ല സീരിയസ്ലി. പിന്നെ എങ്ങനെയാണ് ബ്രോ വാർ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? അപ്പൊ കുഴപ്പമില്ല ബ്രോ കുഴപ്പമില്ല ഇല്ല നമുക്ക് വേണ്ട വിട്ടരെ അണ്ണാ, ഇവനെയൊക്കെ അവന്റെ താളടി ഇന്നലെ എന്റെ പൊന്നോ ആംപ്ലിഫയർ ഇട്ടുണ്ടെന്ന് കണ്ടില്ലേ എടാ സംസാരിക്കാനായിട്ട് ഒന്നുമില്ല അപ്പൊ വെക്കുന്നതിനൊക്കെ എന്തിനു പറയാ സംസാരിക്കാൻ ഒന്നുമില്ല ലോജിക്ക് ഇല്ല 15 പേരുണ്ടായിട്ടില്ലെന്ന് പറയുന്നിട്ട് ന്യായം പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് വേറെ റീസൺ ഒന്നും ആരാ അണ്ണാ ഇവൻ വേണ്ട അതും വേണ്ട ആ ഏക്കയുടെ മറ്റേ അണ്ടിയുടെ സ്ഥലത്ത് ആംപ്ലിഫയർ ആയിരിക്കുന്ന വേണ്ട സംസാരിക്കണ്ട അവലെ അഡ്മിൻ നോക്കിട്ട് പറഞ്ഞു ഇനി അമാരെ സംസാരിക്കാനേ ആവശ്യമില്ല മനസ്സിലല്ലേ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാതെ അമാര് വാറ വിളിക്കാൻ മര്യാദയ്ക്ക് വന്നപ്പോഴത്തേക്ക് അതിന് ഇന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നവര് എന്തിനു പറയാൻ പിന്നെ ഒന്നും പറയില്ലടേ പറഞ്ഞ ഞാൻ കേട്ടില്ലേ എന്നാ പിന്നെ നാളെ മുതൽ SRR മറ്റേ ഫ്രണ്ടിൽ എഴുതി വെക്കണം 10 to 11 വരെ നമുക്ക് 10 തൊട്ട് 11 വരെ വാറ എടുക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർക്ക് കറണ്ട് പോകും മറ്റേ കത്തിപ്പോക്കും ഉണ്ടെന്ന് എഴുതി വെച്ചാൽ എനിക്ക് സ്കൂളിൽ പോകണം നാളെ പരീക്ഷയുണ്ട് നമ്മള് അതൊക്കെ എഴുതി വെക്കാൻ പറ ഒന്നും പറയാനില്ല എന്നിട്ട് പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന റായ ഓ തന്നെ മനസ്സിലാവാ ഒന്നും പറയാ വായും പറഞ്ഞോണ്ട് പോവാം വേണ്ട ഒന്നും പറയണ്ട ഇല്ല ഒന്നും പറയണ്ട ഇല്ല ഇത് ഊഹിക്കാന്നല്ലേ ഉള്ളൂ ബേസിക് തിങ് ആണ് ഊഹിക്കാന്നേ ഉള്ളൂ നമുക്ക് ഇത് ബേസിക് തിങ് ആണ് അല്ലടാ രായ ബേസിക് തിങ് ആണ് ഊഹിക്കാന്നേ ഉള്ളൂ അവന്മാർക്ക് അത്രേ ഉള്ളൂ ബാക്കി ഓ നമുക്ക് സംസാരിക്കാം വിടറാ എന്തിനു കാണിക്കുന്ന രായ എടാ ഇവന്മാർക്ക് ഒരു താല്പര്യമില്ല നാളെ എടുക്കണം എന്ന് പറ ഡിസിഷനായിട്ട് പറഞ്ഞോ ബ്രോ ഡിസിഷനായിട്ട് പറഞ്ഞു ഓക്കെ പറഞ്ഞു എടാ ഒന്നും മിണ്ടാതിരിക്കടാ ഒന്നും റേഡിയോ സൈഡിലാടാ ഒരു ഡെസിഷൻ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ അതുപോലെ പറയാം ഒന്നെങ്കിൽ ഇന്ന് വാറാക്കണം ഇല്ലെങ്കിൽ ഇത് സിറ്റുവേഷൻ സെർവർ സൈഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാം രണ്ടുപേർക്ക് കൂൾ ഡൗൺ കാണാം ഓക്കെ നമ്മള് തമ്മിൽ മിക്കവാറും 15 ദിവസത്തേക്കായിരിക്കും ഓക്കെ ഞാനൊരു കാര്യം പറയാം ഞങ്ങൾക്ക് റെഡിയാണ് അവർക്ക് ഓക്കെ ആണോ ഓക്കെ അല്ലേ നോക്കിയിട്ട് പറഞ്ഞോ അത്രേ ഉള്ളൂ ഓക്കെ കഴിഞ്ഞു വാടാ വാറടിക്കാൻ താല്പര്യമില്ലത് വാ പോവാ നമുക്ക് എന്തെങ്കിലും സർവർ സൈഡിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് സർവർ സൈഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് സിറ്റുവേഷൻ അതിപ്പോ പോ ഇല്ലടാ ഇതിൽ കൂടുതലൊന്നും പറയില്ലടാ പറ ഞാൻ ഇറങ്ങും സിറ്റി നിറ എടാ